ഹായ് ഫ്രണ്ട്സ്, ബിടെക് കെമിസ്ട്രിയുടെ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ വീഡിയോ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് മാത്രം എല്ലാ മൊഡ്യൂളിൽ നിന്നും എടുത്തിരിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ്. ഏതൊക്കെ രീതിയിൽ സീവേജ് വാട്ടറിനെ അല്ലെങ്കിൽ എഫ്ലുവൻറ്റിനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. പ്രൈമറി ട്രീറ്റ്മെൻറ്റ്, സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്, ടെർഷ്യറി ട്രീറ്റ്മെൻറ്റ്. പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സ്ക്രീനിങ്ങും സെഡിമെൻറ്റേഷനും ആണുള്ളത്. സ്ക്രീനിങ് എന്ന് പറയുന്നത് ഒരു വലിയ മെഷ് സ്ക്രീനിൽ കൂടി നമ്മുടെ സീവേജ് വാട്ടറിനെ പാസ് ചെയ്യുന്നു. വാട്ടറിലുള്ള കല്ല് അതുപോലെ വലിയ പാർട്ടിക്കിൾസ് ഒക്കെ അവിടെ തടഞ്ഞു നിൽക്കുന്നു. ബാക്കി വെള്ളം നമുക്ക് കളക്ട് ചെയ്യാം. അടുത്തത് സെഡിമെന്റേഷൻ. സെഡിമെന്റേഷൻ എന്ന് പറയുന്നത് ഒരു ടാങ്കിൽ നമ്മുടെ വെള്ളം ഒരു വലിയ ടാങ്കിൽ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് അനക്കാതെ കുറേ നേരം വെക്കുന്നു. അപ്പോൾ ആ വെള്ളത്തിലുള്ള കുറേ സബ്സ്റ്റൻസ് ഒക്കെ അടിയിൽ സെറ്റിൽ ചെയ്യുന്നു. ദെൻ ബാക്കിയുള്ള വെള്ളം കളക്ട് ചെയ്യുന്നു. ദെൻ സെറ്റിൽ ചെയ്യാത്ത സബ്സ്റ്റൻസുകളെ ഫോഴ്സ്ഫുള്ളി സെറ്റിൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി ആലം പോലെ എന്തെങ്കിലും കെമിക്കൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വളരെ ചെറിയ പാർട്ടിക്കിൾസ് പോലും സെറ്റിൽ ചെയ്യുന്നു, ബാക്കി വെള്ളം കളക്ട് ചെയ്യുന്നു. അപ്പോൾ അതാണ് സ്ക്രീനിങ് ആൻഡ് സെഡിമെന്റേഷൻ. സെക്കൻഡറി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. എയറോബിക് ഓക്സിഡേഷൻ ആൻഡ് അണേറോബിക് ഓക്സിഡേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഒന്ന് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് ആണ്, ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. സീവേജിന് ആക്ടിവേറ്റഡ് സ്ലഡ്ജിന്റെ പ്രസൻസിൽ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് നടത്തുന്നു. അല്ലെങ്കിൽ ബാക്ടീരിയ ഉപയോഗിച്ച്, എയറോബിക് ബാക്ടീരിയ ഉപയോഗിച്ചിട്ട് നമ്മുടെ ആ ഒരു ബയോളജിക്കൽ സബ്സ്റ്റൻസിനെ എല്ലാത്തിനെയും ഓക്സിഡൈസ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, അടുത്തത് ട്രിക്ലിംഗ് ഫിൽറ്റർ പ്രോസസ്സ്. ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് തന്നെയാണ്. ഇതൊരു എയറോബിക് ഓക്സിഡേഷൻ മെത്തേഡ് ആണ്. എയറോബിക് ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ ഓക്സിജന്റെ പ്രസൻസിൽ എയറോബിക് ബാക്ടീരിയ നടത്തുന്ന ഓക്സിഡേഷൻ. ഇതാണ് അതിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇത് സീവേജ് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, അതായത് സീവേജ് വാട്ടർ അല്ലെങ്കിൽ എഫ്ലുവൻറ്റ് വാട്ടർ ഇതിലെയാണ് ഉള്ളിലേക്ക് വരുന്നത്. ദെൻ ഒരു റൊട്ടേറ്റിംഗ് ആം ഉണ്ട്. ഇത് റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ വെള്ളം താഴേക്ക് വീഴുന്നു. ദെൻ അതൊരു ഫിൽറ്ററിംഗ് മീഡിയ കൂടിയാണ് കടന്നു പോകുന്നത്. അവിടെ ഗ്രാവൽസ്, ചെറിയ കല്ലുകൾ ഒക്കെ ഇട്ടിട്ടുണ്ടാവും. ദെൻ അതിൽ കൂടി നമ്മുടെ വെള്ളം പാസ് ചെയ്യുന്നു. അപ്പോൾ അതിനുള്ളിൽ ചെറിയ മൈക്രോബ്സ് ഉണ്ടാവും, എയറോബിക് ബാക്ടീരിയ ഉണ്ടാവും. ഈ ബാക്ടീരിയ നമുക്കറിയാം, ബാക്ടീരിയ ഉറപ്പായിട്ടും ആ ഒരു ബയോളജിക്കൽ മാറ്ററിനെ കൺസ്യൂം ചെയ്യുമല്ലോ. അപ്പോൾ ഈ രീതിയിൽ അതിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് ബാക്കിയുള്ള വെള്ളമാണ് പുറത്തേക്ക് വരുന്നത്. ഇത്തരത്തിൽ ആ വെള്ളം ബയോളജിക്കൽ ഓക്സിഡേഷൻ നടത്തിയിട്ട് പുറത്തു വരുന്നു. എയറോബിക് ഓക്സിഡേഷൻ ആണ് ട്രിക്ലിംഗ് ഫിൽറ്റർ പ്രോസസ്സിൽ നടക്കുന്നത്. ഓക്കെ, അടുത്തത് അപ്ഫ്ലോ അണേറോബിക് സ്ലഡ്ജ് ബ്ലാങ്കറ്റ് പ്രോസസ് ആണ്. അണേറോബിക് ട്രീറ്റ്മെന്റ് ആണ്. അതായത് അണേറോബിക് എന്ന് പറയുമ്പോൾ ഓക്സിജന്റെ ആബ്സെൻസിൽ അണേറോബിക് ബാക്ടീരിയ നടത്തുന്ന ഒരു ഓക്സിഡേഷൻ ആണിത്. നമ്മുടെ ബയോഗ്യാസിലൊക്കെ സംഭവിക്കുന്ന, ബയോഗ്യാസ് പ്ലാന്റുകളിലൊക്കെ സംഭവിക്കുന്നത് ഇതാണ്. അപ്പോൾ സ്ലഡ്ജ് ബ്ലാങ്കറ്റ് USAB, ഇതാണ് USAB പ്രോസസ്സിന്റെ ഒരു റിയാക്ടർ എന്ന് പറയുന്നത്. നമ്മുടെ സീവേജ് വാട്ടർ മുകളിലേക്കാണ് കടന്നു പോകുന്നത്. അതായത് അപ്ഫ്ലോ അണേറോബിക് അപ്ഫ്ലോ ട്രീറ്റ്മെന്റ് ആണ്. വെള്ളം മുകളിലേക്ക് പോകുന്നു. ദെൻ അതിലുള്ള സ്ലഡ്ജ് അതുപോലെ അണേറോബിക് ബാക്ടീരിയ ഉണ്ടാവും. ഈ അണേറോബിക് ബാക്ടീരിയ അണേറോബിക്കലി നമ്മുടെ ബയോളജിക്കൽ പാർട്ടിക്കിൾസിനെ ഓക്സിഡൈസ് ചെയ്യുന്നു. അതിനുശേഷം ബയോഗ്യാസ്, മീഥേനൊക്കെ പോലുള്ള ബയോഗ്യാസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഗ്യാസ് നമുക്ക് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ട്രീറ്റഡ് സീവേജ് വാട്ടർ പുറത്തേക്ക് വരുന്നു. ഇത്തരത്തിൽ എയറോബിക് ആൻഡ് അണേറോബിക് ട്രീറ്റ്മെന്റ് നടത്തി കഴിയുമ്പോൾ വെള്ളം കുറേയൊക്കെ അതിലുള്ള ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ആവും. അപ്പോൾ പ്രൈമറി ട്രീറ്റ്മെന്റ് നമ്മൾ കണ്ടു. സെക്കൻഡറി ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള ബയോളജിക്കൽ ഓക്സിഡേഷൻ, എയറോബിക് ആൻഡ് അണേറോബിക് ഓക്സിഡേഷൻ നടക്കുന്നു. ടെർഷ്യറി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അതിലുള്ള ഗ്യാസസിനെ കൂടി റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. പ്രസിപ്പിറ്റേഷൻ ഉണ്ട്, നൈട്രജൻ സ്ട്രിപ്പിംഗ് ഉണ്ട്. പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുമ്പോൾ കാൽഷ്യം ഓക്സൈഡ് പോലുള്ള സബ്സ്റ്റൻസ് ചേർത്ത് നമ്മുടെ വാട്ടറിനെ ട്രീറ്റ് ചെയ്യുന്നു. ഫോസ്ഫറസ് ഒക്കെ കാൽഷ്യം ഫോസ്ഫേറ്റ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. അതുപോലെ നൈട്രജൻ സ്ട്രിപ്പിംഗ് എന്ന് പറയുന്നത് അമോണിയ റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഒരു ബഫൽ പ്ലേറ്റ്സിൽ കൂടി, നമ്മുടെ സീരീസ് ഓഫ് ബഫൽ പ്ലേറ്റ്സിൽ കൂടി ഈ വാട്ടറിനെ പാസ് ചെയ്യുന്നു. അപ്പോൾ അമോണിയയ്ക്ക് ലോവർ ഡെൻസിറ്റി ആയതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ അമോണിയ, ഫോസ്ഫറസ് ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇതാണ് ടെർഷ്യറി ട്രീറ്റ്മെന്റ്. ഇതിന് ഈ ഫ്ലോ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. റോ സീവേജ് എടുക്കുന്നു, സ്ക്രീനിങ് നടക്കുന്നു, സെഡിമെന്റേഷൻ നടത്തുന്നു. ദെൻ സെക്കൻഡറി പ്രോസസ് ഉണ്ട്, ട്രിക്ലിംഗ് ഫിൽറ്റർ പ്രോസസ്, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്, USAB മാത്രം അണേറോബിക് പ്രോസസ് ആണ്. ദെൻ പ്രസിപ്പിറ്റേഷൻ, നൈട്രജൻ സ്ട്രിപ്പിംഗുമാണ് ടെർഷ്യറി പ്രോസസ്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ക്ലോറിനേഷൻ പോലെ ഏതെങ്കിലും ഒരു ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡ് കൂടി നടത്തിയിട്ട് വേണം നമ്മുടെ വെള്ളം ക്ലീൻ ആക്കാൻ. എന്നിട്ട് ഈ വെള്ളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ഈ സീവേജ് വാട്ടർ എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്തത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആൻഡ് ദെയർ റോൾ. ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമുക്കറിയാം, അന്തരീക്ഷം ഒരു ഒരു കുട പോലെ പ്രവർത്തിച്ച് അല്ലെങ്കിൽ ഒരു കവർ പോലെ പ്രവർത്തിച്ച് ഉള്ളിലേക്ക് വരുന്ന സൺലൈറ്റിനെ പുറത്തേക്ക് വിടാതെ ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസസ് പ്രവർത്തിക്കുന്നു. ഇത്തരത്തിൽ അന്തരീക്ഷത്തിന്റെ ആ ഒരു ഹീറ്റ് കൂടുക, ടെമ്പറേച്ചർ കൂടുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് വലിയൊരു രീതിയിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഗ്രീൻ ഹൗസ് എഫക്ട് ഇതിനെ പറയുന്നു. ഇതിൽ എഫക്ട് ചെയ്യുന്ന ഗ്യാസസിനെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഇമ്പോർട്ടൻറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്.
ഫോസിൽ ഫ്യൂവൽസിന്റെ ബേണിങ്, ഡീഫോറസ്റ്റേഷൻ, ഇൻഡസ്ട്രിയൽ പ്രോസസ് ഒക്കെ വഴിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, ദെൻ വോൾക്കാനിക് ഇറപ്ഷൻസ്, ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഇതിന് കാരണമായിട്ട്. അടുത്തത് മീഥേൻ. മീഥേൻ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. നാച്ചുറൽ വെറ്റ്ലാൻഡ്സ്, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ വഴി മീഥേൻ പുറത്തേക്ക് വരാറുണ്ട്. ദെൻ നൈട്രസ് ഓക്സൈഡ്, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്, നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ് വഴി വരാറുണ്ട്. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് വഴിയും നൈട്രസ് ഓക്സൈഡ് പുറത്ത് വരാറുണ്ട്. ദെൻ എഫ് ഗ്യാസസ് അല്ലെങ്കിൽ ഫ്ലൂറിനേറ്റഡ് ഗ്യാസസ്, ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, ഹൈഡ്രോ ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ്, ഇങ്ങനെ ഫ്ലൂറിൻ ഉള്ള ഗ്യാസസ് ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ വാട്ടർ വേപ്പറും ഒരു പരിധിവരെ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഗ്രൗണ്ട് ലെവൽ ഓസോൺ O3, ഇത്രയാണുള്ളത്. അടുത്തത് ഡിസോൾഡ് ഓക്സിജൻ, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഇത് മൂന്നിലെ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അപ്പോൾ ഡിസോൾഡ് ഓക്സിജൻ എന്ന് പറയുന്നത് ഫ്രീ ഓക്സിജൻ ആണ്. വാട്ടറിലുള്ളത് നമുക്കറിയാം. വാട്ടറിലുള്ള ഫ്രീ ഓക്സിജൻ ആണ് ഡിസോൾഡ് ഓക്സിജൻ. ഡിസോൾഡ് ഓക്സിജന് നമുക്കറിയാം അക്വാട്ടിക് ലൈഫൊക്കെ നന്നായിട്ട് പോകണമെങ്കിൽ ഡിസോൾഡ് ഓക്സിജൻ നന്നായിട്ട് വേണം അല്ലേ. അപ്പോൾ വാട്ടറിലെ ബയോളജിക്കൽ ഇംപ്യൂരിറ്റീസ് കൂടുന്നതിനനുസരിച്ച് ഡിസോൾഡ് ഓക്സിജന്റെ എമൗണ്ട് കുറയുന്നു വാട്ടറിൽ. ഓക്കെ, അപ്പോൾ ഇംപ്യൂരിറ്റീസ് കൂടുതലാണെങ്കിൽ ഡിസോൾഡ് ഓക്സിജൻ കുറവായിരിക്കും. അപ്പോൾ വെള്ളം പ്യുവർ ആണെങ്കിൽ ഡിസോൾഡ് ഓക്സിജനും കൂടുതലായിരിക്കും. ഇനി ഡിസോൾഡ് ഓക്സിജനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് ഡിസോൾഡ് ഓക്സിജൻ കൂടുന്നു. അതുപോലെ തന്നെ പ്രസൻസ് ഓഫ് ഇംപ്യൂരിറ്റീസ്, നമ്മൾ പറഞ്ഞു ഇംപ്യൂരിറ്റീസ് കൂടുമ്പോൾ ഡിസോൾഡ് ഓക്സിജൻ കുറയുന്നു. അതുപോലെ തന്നെ ഓൾട്ടിറ്റ്യൂഡ്, ഹയർ ഓൾട്ടിറ്റ്യൂഡിനനുസരിച്ച് അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയുന്നു. അതുകൊണ്ട് ഡിസോൾഡ് ഓക്സിജനും കുറവായിരിക്കും. ഹയർ ഓൾട്ടിറ്റ്യൂഡിൽ ഡിസോൾഡ് ഓക്സിജൻ കുറവായിരിക്കും. ഇതാണ് ഡിസോൾഡ് ഓക്സിജൻ അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അടുത്തത് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, BOD, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഓക്കെ, ഇത് ബയോളജിക്കലി ആക്റ്റീവ് ഓർഗാനിക് മാറ്ററിനെ ഫുള്ളായിട്ട് ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ട ഓക്സിജന്റെ എമൗണ്ട് ആണ് BOD എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് വെള്ളമുണ്ട്, വെള്ളത്തിൽ ബയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള, അതായത് ബയോളജിക്കൽ വേസ്റ്റുകൾ, അതിനെ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടി എത്രത്തോളം ഓക്സിജൻ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അപ്പോൾ വേസ്റ്റുകൾ കൂടുതലുണ്ടെങ്കിൽ, വേസ്റ്റസ് കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? കൂടുതൽ ഓക്സിജൻ വേണം ഇതിനെ ഒന്ന് ഓക്സിഡൈസ് ചെയ്യാൻ, അതായത് BOD കൂടുതലായിരിക്കും. അപ്പൊ പൊല്യൂഷൻ കൂടുതലാണെങ്കിൽ BOD കൂടുതലായിരിക്കും, പൊല്യൂഷൻ കുറവാണെങ്കിൽ BOD കുറവായിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഇത് കണ്ടുപിടിക്കുന്നത് വെള്ളം എടുക്കുന്നു, വെള്ളത്തിന്റെ ഡിസോൾഡ് ഓക്സിജൻ നോക്കുന്നു, ദെൻ 20 ഡിഗ്രി സെൽഷ്യസിൽ ഒരു പീരീഡ് ഓഫ് 5 ഡേയ്സിലേക്ക് ഇതിനെ ഇൻക്യുബേറ്റ് ചെയ്ത് വെക്കുകയാണ്. ആദ്യം വെള്ളം എടുക്കുന്നു, വെള്ളത്തിന്റെ ഡിസോൾഡ് ഓക്സിജൻ നോക്കുന്നു, വീണ്ടും വെള്ളത്തിലേക്ക് ഈ ഒരു ഓക്സിഡേഷൻ നടത്താൻ വേണ്ട ആ ഒരു കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ എയറോബിക് ബാക്ടീരിയനെ ഒക്കെ കടത്തി വിടുന്നു. ദെൻ 20 ഡിഗ്രി സെൽഷ്യസിൽ 5 ദിവസത്തേക്ക് ഇത് ഇൻക്യുബേറ്റ് ചെയ്ത് വെക്കുന്നു. വീണ്ടും എടുത്ത് ഡിസോൾഡ് ഓക്സിജൻ നോക്കുന്നു. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഡിസോൾഡ് ഓക്സിജനും പിന്നീട് ഈ ഒരു ഓക്സിഡേഷന് ശേഷമുള്ള ആ ഒരു ഡിസോൾഡ് ഓക്സിജനും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമായിരിക്കും ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഓക്കെ, അടുത്തത് സിഗ്നിഫിക്കൻസ് നമുക്കറിയാം, പൊല്യൂഷൻ കൂടുമ്പോൾ BOD കൂടും. അടുത്തത് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത് വാട്ടറിൽ പ്രസന്റ് ആയിട്ടുള്ള ബയോളജിക്കലി ആക്റ്റീവ് മാത്രമല്ല, ബയോളജിക്കലി ഇൻആക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ കൂടി ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ട ഓക്സിജന്റെ എമൗണ്ട് ആണ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ നടത്തുന്നത് കെമിക്കലി ആണെന്നേ ഉള്ളൂ, മറ്റേത് ബയോളജിക്കൽ ഓക്സിഡേഷൻ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഓക്സിഡേഷൻ നടത്തുന്നത് അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പോലുള്ള സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻസി യൂസ് ചെയ്താണ്. 3 മണിക്കൂർ മതി ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് COD കൂടുതലാണെങ്കിലും പൊല്യൂഷൻ കൂടുതലാണെന്നാണ് അതിനർത്ഥം. ഓക്കെ, ദെൻ അപ്പൊ ഇതാണ് നമ്മൾ 4th മൊഡ്യൂളാണ്. നമുക്ക് അറിയാം ഏറ്റവും ഈസി ആയിട്ടുള്ള മൊഡ്യൂൾ എന്ന് പറയുന്നത് 4th മൊഡ്യൂളാണ്, വാട്ടറിന്റെ മൊഡ്യൂൾ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻസ് മാത്രമാണ് നോക്കിയത്. അടുത്തത് സ്പെക്ട്രോസ്കോപ്പി, 3rd മൊഡ്യൂൾ. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്ന് IR, അതുപോലെ തന്നെ അടുത്തത് UV. ഇത് രണ്ടുമാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആയിട്ടുള്ളത്. അപ്പോൾ IR-ൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോട്ടൽ നമ്പർ ഓഫ് വൈബ്രേഷൻസ് കണ്ടുപിടിക്കുക. കാർബൺ ഡൈ ഓക്സൈഡിന്റെയും വാട്ടറിന്റെയും കേസിൽ ഏതൊക്കെ മോഡ്സ് ആണ് IR ആക്റ്റീവ്, ഏതൊക്കെയാണ് IR ഇൻആക്റ്റീവ് എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വൈബ്രേഷൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 3n-5 ഫോർ ലീനിയർ മോളിക്യൂൾസ് ആൻഡ് 3n-6 ഫോർ നോൺ ലീനിയർ മോളിക്യൂൾസ്. അതനുസരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ലീനിയർ മോളിക്യൂൾ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ 3n-5ൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആറ്റംസ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡിൽ നമ്പർ ഓഫ് ആറ്റംസ് 3 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര വൈബ്രേഷൻസ് പോസിബിൾ ആണ്? 3 × 3 - 5 ദാറ്റ് ഈസ് 4. വാട്ടറിന്റെ കേസിലാണെങ്കിലോ, വാട്ടറിന്റെ കേസിൽ 3 ആറ്റംസ് തന്നെയാണുള്ളത്. പക്ഷേ വാട്ടർ ഒരു നോൺ ലീനിയർ മോളിക്യൂൾ ആയതുകൊണ്ട് നമ്പർ ഓഫ് വൈബ്രേഷൻസ് എന്ന് പറയുന്നത് 3n-6 ആയിരിക്കും. n എന്ന് പറയുന്നത് 3 ആണ്. 3n-6 ഈസ് 3. അപ്പോൾ വാട്ടറിന്റെ കേസിൽ 3 വൈബ്രേഷൻസും കാർബൺ ഡൈ ഓക്സൈഡിൽ 4 വൈബ്രേഷൻസും ആണുള്ളത്. ഏത് നമ്പർ ഓഫ് വൈബ്രേഷൻസ് എടുക്കുമ്പോൾ ഏറ്റവും ആദ്യം പോസിബിൾ ആയിട്ടുള്ളത് സിമെട്രിക് സ്ട്രെച്ചിങ് ആയിരിക്കും.
അടുത്തത് അസിമെട്രിക് സ്ട്രെച്ചിങ് ആയിരിക്കും, ബാക്കിയുള്ളത് ബെൻഡിങ് ആയിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിൽ അപ്പോൾ ഒരു സിമെട്രിക് സ്ട്രെച്ചിങ്, ഒരു അസിമെട്രിക് സ്ട്രെച്ചിങ്, 2 ബെൻഡിങ്. വാട്ടറിന്റെ കേസിൽ ഒരു സിമെട്രിക് സ്ട്രെച്ചിങ്, ഒരു അസിമെട്രിക് സ്ട്രെച്ചിങ്, ഒരു ബെൻഡിങ്. ഇനി ഇതിൽ ഏതൊക്കെയാണ് IR ആക്റ്റീവ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ IR ആക്ടിവിറ്റി നമുക്കറിയാം. IR ആക്ടിവിറ്റിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആ മോളിക്യൂളിന്റെ വൈബ്രേഷന് ശേഷവും ആ മോളിക്യൂള് ഡൈപോൾ മൊമെന്റിന് ചേഞ്ച് ഉണ്ടായിരിക്കണം. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂള്, നോർമൽ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂള് നോക്കുമ്പോൾ അതിന്റെ IR ആക്ടിവിറ്റി ഡൈപോൾ മൊമെന്റ് നോക്കുമ്പോൾ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളില് ഈ ഒരു ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ഓക്സിജനിലേക്കാണ് ഡയറക്ഷൻ വരുന്നത്. രണ്ടും സെയിം ഡിസ്റ്റൻസ് തന്നെ ആയതുകൊണ്ട് ഡൈപോൾ മൊമെന്റ് മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ക്യാൻസൽ ആയി പോകും. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിലെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് 0 ആണ്, നോർമൽ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിൽ. ഇനി സിമെട്രിക് സ്ട്രെച്ചിങ് നടത്തുമ്പോൾ എങ്ങനെയായിരിക്കും? 2 വശത്തേക്കും ലെങ്ത് കൂടും, അല്ലെങ്കിൽ 2 വശത്തും ലെങ്ത് കുറയും. എപ്പോഴും ഒരു സിമെട്രി ഉണ്ടായിരിക്കും, 2 വശവും സെയിം ഡിസ്റ്റൻസ് തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നോർമൽ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിൽ നിന്ന് സിമെട്രിക് സ്ട്രെച്ചിങ് നടത്തിയാലും ഡിസ്റ്റൻസ് സെയിം ആണ്, അതുകൊണ്ട് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഒരു സ്ഥലത്ത് പോസിറ്റീവും ഒരു സ്ഥലത്ത് നെഗറ്റീവും ആയിരിക്കും. ഡൈപോൾ മൊമെന്റ് ടോട്ടൽ 0 ആയി പോകും. അതുകൊണ്ട് തന്നെ ഡൈപോൾ മൊമെന്റിന് ചേഞ്ച് ഇല്ല, IR ഇൻആക്റ്റീവ് ആയിരിക്കും കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിന്റെ സിമെട്രിക് സ്ട്രെച്ചിങ്. അസിമെട്രിക് സ്ട്രെച്ചിങ് നടത്തുമ്പോൾ ഒരു വശത്ത് ലെങ്ത് കൂടുതലും ഒരു വശത്ത് ലെങ്ത് കുറവായിരിക്കും. ഇവിടെ ഒരു അസിമെട്രി ഉണ്ടായിരിക്കും. അപ്പൊ എപ്പോഴും ലെങ്തിന് വ്യത്യാസം ഉള്ളതുകൊണ്ട് ഇതിന്റെ ഈ 2 വശത്തുമുള്ള ഡൈപോൾ മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് ഡൈപോൾ മൊമെന്റ്, ഒരു നോൺ സീറോ ഡൈപോൾ മൊമെന്റ് എപ്പോഴും ഇതിനുണ്ടായിരിക്കും. അതുകൊണ്ട് അസിമെട്രിക് സ്ട്രെച്ചിങ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ IR ആക്റ്റീവ് ആയിരിക്കും. അടുത്തത് ബെൻഡിങ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒന്നുകിൽ നമുക്ക് അകത്തേക്ക് ബെൻഡ് ചെയ്യാം അല്ലെങ്കിൽ പുറത്തേക്ക് ബെൻഡ് ചെയ്യാം. ഇൻപ്ലെയിൻ ബെൻഡിങ് ഉണ്ട്, ഔട്ട് പ്ലെയിൻ ബെൻഡിങ് ഉണ്ട്. ബെൻഡിങ് നടക്കുമ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിലെ ആ ഡൈപോൾ മൊമെന്റ് ക്യാൻസൽ ആയി പോകുന്നില്ല, കാരണം ബെൻഡിങ് കഴിയുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ല നമ്മുടെ ഓക്സിജൻസ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഡൈപോൾ മൊമെന്റിന് ചേഞ്ച് ഉണ്ട്, IR ആക്റ്റീവ് ആണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിൽ 3 വൈബ്രേഷൻസ് IR ആക്റ്റീവ് ആണ്, ഒരു വൈബ്രേഷൻ IR ഇൻആക്റ്റീവ് ആണ്. പക്ഷെ നമ്മൾ സ്പെക്ട്രം എടുക്കുമ്പോൾ 3 സ്പെക്ട്രം നമുക്ക് ആകെപ്പാടെ 2 സ്പെക്ട്രം മാത്രമേ കിട്ടുള്ളൂ. അതിന് കാരണം അസിമെട്രിക് സ്ട്രെച്ചിങ് ബെൻഡിങ് 2 ഉണ്ടെങ്കിലും ഈ 2 ബെൻഡിങ്ങിനും ഒരേ എനർജി തന്നെയാണ്. അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിൽ 2 ബെൻഡിങ്ങിനും കൂടി ഒറ്റ പീക്കേ കിട്ടുള്ളൂ, അസിമെട്രിക് സ്ട്രെച്ചിങ്ങിന് ഒരു പീക്കും കിട്ടും. അങ്ങനെ ടോട്ടലി 2 പീക്കേ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിന്റെ IR സ്പെക്ട്രത്തിൽ കിട്ടുള്ളൂ. ഇനി വാട്ടറിന്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്? വാട്ടറിൽ 3 വൈബ്രേഷൻസ് ആണ് നമ്മൾ പറഞ്ഞു. സിമെട്രിക് സ്ട്രെച്ചിങ് ഉണ്ട്, അസിമെട്രിക് സ്ട്രെച്ചിങ് ഉണ്ട്, ബെൻഡിങ് ഉണ്ട്, ബെൻഡിങ് ഇൻ പ്ലെയിന്. അപ്പോൾ വാട്ടറിന്റെ കേസിൽ ഒരു നോൺ സീറോ ഡൈപോൾ മൊമെന്റ് ഉണ്ട്, കാരണം ഓക്സിജനിലേക്കാണ് ഈ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോൺ സീറോ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ദെൻ അസിമെട്രിക് സ്ട്രെച്ചിങ് നടത്തുമ്പോഴും ഒരു നോൺ സീറോ ഡൈപോൾ മൊമെന്റ് ഉണ്ട്, ബെൻഡിങ് നടത്തുമ്പോഴും നോൺ സീറോ ഡൈപോൾ മൊമെന്റ് ഉണ്ട്, ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ട്. അതുകൊണ്ട് വാട്ടറിന്റെ കേസിൽ 3 വൈബ്രേഷൻസും IR ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, IR ആക്ടിവിറ്റി ചോദിച്ചാൽ നമ്പർ ഓഫ് വൈബ്രേഷൻസ് എഴുതുക, ഓരോന്നും ഏതൊക്കെയാണെന്ന് എഴുതുക, അതിൽ ഏതൊക്കെയാണ് IR ആക്റ്റീവ് എന്ന് കൃത്യമായിട്ട് ഫിഗർ വരച്ച് എഴുതാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് IR ആക്ടിവിറ്റിയുടെ കാര്യം. അടുത്തത് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഇൻ എ മോളിക്യൂൾ ആണ്. ഒരു മോളിക്യൂൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിലുള്ള ഇലക്ട്രോണിക് ട്രാൻസിഷൻസ്, മോളിക്യൂളിലെ ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യുന്ന പൊസിഷൻസ് നമുക്കറിയാം. സിഗ്മ മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ട്, പൈ മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ട്, നോൺ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ട്, പൈ സ്റ്റാർ മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ട്, സിഗ്മ സ്റ്റാർ മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ട്. ഇതിലാകെപ്പാടെ UV റേഡിയേഷൻ വന്ന് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് സിഗ്മ മോളിക്കുലർ ഓർബിറ്റലിൽ നിന്ന് സിഗ്മ സ്റ്റാറിലേക്ക് പോവാം, പൈയിൽ നിന്ന് പൈ സ്റ്റാറിലേക്ക് പോവാം, എന്നിൽ നിന്ന് പൈ സ്റ്റാറിലേക്ക് പോവാം, എന്നിൽ നിന്ന് സിഗ്മ സ്റ്റാറിലേക്ക് പോവാം. ഈ 4 ട്രാൻസിഷൻസ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പൊ ഈ 4 കൃത്യമായിട്ട് ഓർത്തിരിക്കുക, ഓരോന്നും എടുത്ത് വിശദീകരിക്കുക. ബി പാർട്ടിലാണ് ചോദിക്കുന്നതെങ്കിൽ ഫസ്റ്റ് വൺ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ. ഇതിന്റെ എനർജി എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും, കാരണം നമുക്കറിയാം ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പൊ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ എനർജി വളരെ കൂടുതലായിരിക്കും. എനർജി കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയാണ് ചെയ്യുന്നത്. റിലേഷൻ ഒക്കെ നമുക്കറിയാം, എനർജി കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയുന്നു. അതുകൊണ്ട് സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ ഹൈ എനർജിയാണ്, ലോവർ വേവ് ലെങ്ത് ആണ്. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് സിഗ്മ ബോണ്ടഡ് ഇലക്ട്രോൺസ് ഉള്ള മോളിക്യൂൾസ് ആണ്, അതായത് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്, സിംഗിൾ ബോണ്ടഡ് ഹൈഡ്രോകാർബൺസ്, മീഥൈൻ, ഈഥൈൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ പോലുള്ള സാധാരണ മോളിക്യൂൾസ് ആണ് ഇതിന് എക്സാമ്പിൾ. സാച്ചുറേറ്റഡ് ആയിട്ടുള്ള മോളിക്യൂൾസ്, എനർജി കൂടുതലാണ്, വേവ് ലെങ്ത് കുറവാണ്. വേവ് ലെങ്ത് വളരെ കുറവാണ്, 150 നാനോമീറ്ററിനേക്കാളും കുറവായതുകൊണ്ട് നമുക്ക് ഓർഡിനറി UV വിസിബിൾ സ്പെക്ട്രം ഉപയോഗിച്ച് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ പോസിബിൾ ആണെന്നേ ഉള്ളൂ, നമുക്ക് സ്പെക്ട്രം ഒന്നും കിട്ടില്ല. ഓക്കെ, അപ്പൊ സ്പെക്ട്രത്തില് സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്പെക്ട്രം നമുക്ക് കിട്ടില്ല. അടുത്തത് പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ. പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷന് സിഗ്മ ടു സിഗ്മ സ്റ്റാറിന്റെ അത്ര എനർജി ഇല്ല,
പിന്നെ എക്സാമ്പിൾ ആണ് ഏറ്റവും ഓർത്തിരിക്കേണ്ടത്, പൈ ടു പൈ സ്റ്റാർ ആകുമ്പോൾ പൈ ബോണ്ടഡ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അതായത് ഈഥീന്, പ്രൊപ്പീന്, ബെൻസീന്, 1,3 ബ്യൂട്ടഡൈനൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ. ഒരു എക്സെപ്ഷൻ ഉള്ളത് ഈഥീൻ മോളിക്യൂളിനും ഡബിൾ ബോണ്ട് നമ്മുടെ സിഗ്മ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് ഇതും നമുക്ക് UV സ്പെക്ട്രൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പൈ ടു പൈ സ്റ്റാർ പറ്റും, പക്ഷേ ഈഥീൻ മാത്രം പറ്റില്ല, ബാക്കിയൊക്കെ പറ്റും. 1,3 ബ്യൂട്ടഡൈന്, ബെൻസീന്, ബ്യൂട്ടീന്, പെന്റീന് ഒക്കെ പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള ഡബിൾ ബോണ്ടഡ് ആൻഡ് ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ടുള്ള മോളിക്യൂളാണ് പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷന് എക്സാമ്പിൾസ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ദെൻ N ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ, നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസും പൈ ഇലക്ട്രോൺസും ഉള്ള മോളിക്യൂൾസ് ആണ് N ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ എക്സാമ്പിൾ. നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് പറയുന്ന ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഹാലജൻസ് ഒക്കെയാണ്. അതുപോലെ തന്നെ പൈ ഇലക്ട്രോൺസും ഉണ്ടായിരിക്കണം. അപ്പൊ അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് എപ്പോഴും ആൽഡിഹൈഡ്സ്, കീറ്റോണ്, എസ്റ്റർ, അസറ്റിക്, നമ്മുടെ ആസിഡ് ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് N ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ. നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും, അതായത് എപ്പോഴും ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത ഇലക്ട്രോൺസ് ഉണ്ടാവും, പൈ ബോണ്ടും ഉണ്ടാവും. എക്സാമ്പിൾ എന്ന് പറയുന്നത് ആൽഡിഹൈഡ്, കീറ്റോൺ, എസ്റ്റർ, ആസിഡ്, ഇതിൽ ഏതെങ്കിലും എക്സാമ്പിൾ വന്നാൽ N ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ ആണ്. അടുത്തത് N ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ, നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് ഉണ്ടാവുക, പൈ ഇലക്ട്രോൺസ് ഉണ്ടാവുക. എക്സാമ്പിൾ ഓക്സിജൻ, നൈട്രജൻ, സൾഫർ ഇതുപോലുള്ള ഏതെങ്കിലും ആറ്റംസും ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ സിഗ്മ ബോണ്ടഡ് ഇലക്ട്രോൺസും ഉണ്ടായിരിക്കുക. അതിന് എക്സാമ്പിൾ ആൽക്കഹോള്, വാട്ടർ ഒക്കെയാണ്. ഓക്കെ, ആൽക്കഹോള്, അമീന്, വാട്ടർ, അമോണിയ ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. പക്ഷേ ഇതിന്റെ കേസിലും N ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷന്റെ കേസിലും വേവ് ലെങ്ത് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് UV സ്പെക്ട്രോമീറ്ററിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഏതൊക്കെയായിരുന്നു? സിഗ്മ ടു സിഗ്മ സ്റ്റാറും പറ്റില്ല, N ടു സിഗ്മ സ്റ്റാറും പറ്റില്ല. പിന്നെ ഏത് മാത്രമേ മിച്ചമുള്ളൂ? പൈ ടു പൈ സ്റ്റാറും ഉണ്ട്, N ടു പൈ സ്റ്റാറും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു മോളിക്യൂൾ UV വിസിബിൾ ആക്റ്റീവ് ആവാൻ വേണ്ട കണ്ടീഷൻ നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാവും. ഒന്നുകിൽ മോളിക്യൂളിൽ പൈ ഇലക്ട്രോൺസ്, ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് വേണം, അല്ലെങ്കിൽ നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസും പൈ ഇലക്ട്രോൺസും വേണം. ഓക്കെ, അപ്പൊ കുറച്ച് മോളിക്യൂൾസ് എന്നാൽ ഏതൊക്കെയാണ് UV വിസിബിൾ ആക്റ്റീവ് എന്ന് ചോദിച്ചാൽ പൈ ഇലക്ട്രോൺസ് ഉണ്ടോ എന്ന് നോക്കുക. ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ള മോളിക്യൂൾ ആണോ ആക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ ആൽഡിഹൈഡ്, കീറ്റോൺ, അസറ്റിക് ആസിഡ്, എസ്റ്റർ ഒക്കെ N ടു പൈ സ്റ്റാർ ഇലക്ട്രോൺസ് ഉള്ളതാണ്, അതുകൊണ്ട് അവ ആക്റ്റീവ് ആണ്. അതുപോലെ തന്നെ പൈ ടു പൈ സ്റ്റാർ ബെൻസീന്, നമ്മുടെ ബ്യൂട്ടീന്, പെന്റീന്, ഹെക്സീന്, പെന്റൈന്, അതുപോലെ ഡബിൾ ബോണ്ടഡ് ആൻഡ് ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉള്ള മോളിക്യൂൾസ് മാത്രമാണ് UV വിസിബിൾ ആക്റ്റീവ്. എക്സാമ്പിൾ വാട്ടർ, മീഥൈൻ, ഇത്രയും ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വാട്ടർ ഒരിക്കലും ആക്റ്റീവ് അല്ല, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഇല്ല. മീഥൈൻ ആക്റ്റീവ് അല്ല, അസറ്റോണിൽ ഡബിൾ ബോണ്ട് ഉണ്ട്, നോൺ ബോണ്ടഡ് ഇലക്ട്രോൺ ഉണ്ട്. ഫോമിക് ആസിഡ് ആണ്, ഡബിൾ ബോണ്ട് ഉണ്ട്, നോൺ ബോണ്ടഡ് ഇലക്ട്രോൺ ഉണ്ട്. ഈഥൈൽ ആൽക്കഹോൾ ആണ്, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഇല്ല. ഹൈഡ്രജൻ, ക്ലോറിൻ ഒന്നിലും ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഇല്ല. ഈഥൈൽ അസറ്റേറ്റ് ഒരു എസ്റ്റർ ആണ്, അത് UV വിസിബിൾ ആക്റ്റീവ് ആണ്. ഇതാണ് നമ്മുടെ സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്നുള്ള 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് നാനോ പാർട്ടിക്കിൾസ് ആണ്. 2 മെത്തേഡ്സ് ആണുള്ളത്, സോൾ ജെൽ മെത്തേഡും റിഡക്ഷൻ മെത്തേഡും. സോൾ ജെൽ മെത്തേഡ് എന്ന് പറയുന്നത് സോളിനെ ജെല്ലാക്കി മാറ്റുന്ന ഒരു ഫേസ് ട്രാൻസിഷൻ ആണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. സോൾ എന്ന് പറയുന്നത് സോളിഡ് ലിക്വിഡിൽ ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, സോളിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ ലിക്വിഡ്, അതുകൊണ്ടാണ് സോൾ ആദ്യം കൊടുത്തിരിക്കുന്നത്. ഇനി ജെൽ എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച്, ലിക്വിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ സോളിഡ്. ഇനി ഈ സോളിൽ നിന്ന് ജെല്ലിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ സോൾ ജെൽ മെത്തേഡിൽ നടക്കുന്നത്. അങ്ങനെ ആ ജെല്ലിനെയാണ് ഹീറ്റ് ചെയ്ത് പിന്നെ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. നമുക്കറിയാം നാനോ പാർട്ടിക്കിൾസ് വളരെ സൈസ് കുറഞ്ഞവയാണ്, അതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇനി എങ്ങനെയാണ് പ്രിപ്പറേഷൻ നടക്കുന്നത്? അപ്പോൾ ഒന്ന് പ്രിക്കസർ സെലക്ഷൻ, അനുയോജ്യമായിട്ടുള്ള ഒരു സബ്സ്റ്റൻസിനെ കണ്ടെത്തുന്നു, അത് ഡിസോൾവ് ചെയ്യുന്നു, ഡീഅയണൈസ്ഡ് വാട്ടറിലൊക്കെ ഡിസോൾവ് ചെയ്യുന്നു. ദെൻ കിലേറ്റിംഗ് ഏജന്റ് ആഡ് ചെയ്ത ആ ഒരു റിയാക്ഷൻ നമ്മൾ എൻഹാൻസ് ചെയ്യുന്നു. ദെൻ സോൾ ഫോം ചെയ്യുന്നു. സോൾ എന്ന് പറയുന്നത് സോളിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ ലിക്വിഡ്. ദെൻ ജെലേഷൻ ആണ്, ജെല്ല് ഫോം ചെയ്യുകയാണ്. അടുത്തത് ഡ്രൈയിങ് ആണ്, ആ ജെല്ലിനെ ഡ്രൈ ചെയ്യുന്നു. കാൽസിനേഷൻ നടന്നു, 500 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുന്നു, ജെല്ലിനെ ഹീറ്റ് ചെയ്യുന്നു. അവിടെ ഓർഗാനിക് കമ്പോണൻസിനെ ഒക്കെ റിമൂവ് ചെയ്തിട്ട് അലുമിനിയം ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾസ്, ഇതൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, നാനോ പാർട്ടിക്കിൾസ് അവിടെ ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ സ്റ്റെപ്പുകൾ? ഒന്ന് പ്രിക്കസർ എടുക്കുക, അതിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുക, ഹൈഡ്രോളിസിസ് നടത്തുക, ന്യൂക്ലിയേഷനും ഗ്രോത്തും ഒക്കെ നടക്കുന്നു, ജെല്ലിംഗ് ഏജന്റ് ആഡ് ചെയ്ത് ജെല്ലാക്കുന്നു, ദെൻ അതിനെ ഡ്രൈ ചെയ്യുന്നു, ഡെൻസിഫൈ ചെയ്യുന്നു, കാൽസിനേഷൻ നടത്തുന്നു, അങ്ങനെ നാനോ പാർട്ടിക്കിൾസ് ഫോം ചെയ്യുന്നു. ഇതാണ് ഒരു മെത്തേഡ്, സോൾ ജെൽ മെത്തേഡ്. സോൾ എന്താണ്, ജെൽ എന്താണെന്ന് ഓർത്തിരിക്കുക, ഈ സ്റ്റെപ്പുകളും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഫിഗർ വരയ്ക്കാൻ പറ്റുമെങ്കിൽ വരയ്ക്കുക. അടുത്തത് റിഡക്ഷൻ. റിഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സബ്സ്റ്റൻസിനെ റെഡ്യൂസ് ചെയ്ത് നമ്മുടെ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാണ് ഈ ഒരു റിഡക്ഷൻ മെത്തേഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു മെറ്റൽ സോൾട്ട് സൊല്യൂഷൻ എടുക്കുന്നു. ഓക്കെ, മെറ്റൽ കണ്ടെയ്നിങ് സോൾട്ട് ഒരു സോൾവെന്റിൽ നമ്മൾ ഡിസോൾവ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ സിൽവർ ആണെങ്കിൽ സിൽവർ നൈട്രേറ്റ് ഒരു സ്യൂട്ടബിൾ സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുന്നു. ദെൻ റെഡ്യൂസിങ് ഏജന്റ് ആഡ് ചെയ്യുന്നു. ഓക്കെ, ദെൻ
മെറ്റൽ സോൾട്ട് റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, സിൽവർ നാനോ പാർട്ടിക്കിൾസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സിൽവർ നൈട്രേറ്റ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു. അതിനകത്തേക്ക് ഏതെങ്കിലും ഒരു റെഡ്യൂസിങ് ഏജന്റ്, സിട്രിക് ആസിഡ് ഒക്കെ പോലെ അല്ലെങ്കിൽ സോഡിയം ബോറോഹൈഡ്രേറ്റ് പോലെ ഏതെങ്കിലും ഒരു റെഡ്യൂസിങ് ഏജന്റിനെ ആഡ് ചെയ്യുന്നു. ദെൻ സിൽവർ നൈട്രേറ്റിലുള്ള സിൽവറിനെ സിൽവർ മെറ്റലായിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. ദെൻ ആ മെറ്റൽ ആറ്റംസ് ഡിഫ്യൂസ് ചെയ്ത് സിൽവർ നാനോ പാർട്ടിക്കിൾസ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിലാണ് റിഡക്ഷൻ നടത്തിയിട്ട് നാനോ പാർട്ടിക്കിൾസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് കണ്ടക്ടിങ് പോളിമേഴ്സ് ആണ്. കണ്ടക്ടിങ് പോളിമേഴ്സ് പറയുമ്പോൾ തന്നെ അറിയാം, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന പോളിമേഴ്സ് ആണ് കണ്ടക്ടിങ് പോളിമേഴ്സ്. ആക്ച്വലി പോളിമേഴ്സ് അത്ര നല്ല കണ്ടക്ടേഴ്സ് അല്ല, പക്ഷെ റീസെന്റ് കണ്ടുപിടിച്ചിരിക്കുന്ന 2-3 പോളിമേഴ്സ് ഉണ്ട്, അവ നല്ല കണ്ടക്ടിങ് ആണ്. പോളി അനിലീന്, പോളി അസറ്റിന്, പോളി പൈറോളൊക്കെ എക്സാമ്പിൾ ആണ്. അതിന്റെ പ്രിപ്പറേഷൻ യൂസസ് ആൻഡ് ആപ്ലിക്കേഷൻസ് പ്രിപ്പറേഷൻ പ്രോപ്പർട്ടീസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, നോക്കിയിരിക്കുക കേട്ടോ, നോക്കിയേക്കുക. ഈ കണ്ടക്ടിങ് പോളിമേഴ്സ് തന്നെ എന്താ നമ്മൾ കണ്ടു, കണ്ടക്ടിങ് പോളിമേഴ്സ് 2 ടൈപ്പ് ഉണ്ട്. ഇൻട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമറും എക്സ്ട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമേഴ്സും. ഇൻട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമേഴ്സ് എന്ന് പറയുന്നത് കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺസ് ഉള്ള പോളിമേഴ്സ് ആണ്. അതായത് ഡബിൾ ബോണ്ടഡ് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടഡ്, ഓൾട്ടർനേറ്റീവ് ഡബിൾ ബോണ്ട് അതിന് ട്രിപ്പിൾ ബോണ്ട് ഉള്ളവയാണ് ഈ ഇൻട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്ട്രിൻസിക്കലി കണ്ടക്ടിങ് എന്ന് പറയുന്നത് എക്സ്ട്രാ എന്തെങ്കിലും സബ്സ്റ്റൻസ് ആഡ് ചെയ്ത് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നവയാണ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി ഇൻഡ്യൂസ് ചെയ്യുന്നവയാണ്. അപ്പോൾ ഇൻട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഓൾട്ടർനേറ്റീവ്ലി ഉള്ള, അതായത് കോൺജുഗേഷൻ ഉള്ളതാണ് ഇൻട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമേഴ്സ്. അതിനെ തന്നെ വീണ്ടും നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. കണ്ടക്ടിങ് പോളിമേഴ്സ് കണ്ടെയ്നിങ് കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺസ് ഉണ്ട്, ഡോപ്ഡ് കണ്ടക്ടിങ് പോളിമേഴ്സ് ഉണ്ട്. അപ്പോൾ കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺസ് ഉള്ളത് ഓൾറെഡി ഡബിൾ ബോണ്ട് കോൺജുഗേഷനിലുള്ളതാണ്. പോളി അസെറ്റിലീൻ ഒക്കെ ഇതിന് എക്സാമ്പിൾ, അത് കണ്ടോ, ഡബിൾ ബോണ്ട് കോൺജുഗേഷനിലുണ്ട്. ഇനി അടുത്തത് അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഡോപ്ഡ് കണ്ടക്ടിങ് പോളിമേഴ്സ്. പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് നമ്മുടെ ഈ ഒരു പോളിമറിൽ ഇൻഡ്യൂസ് ചെയ്തുകൊണ്ട് അതിന്റെ ആ ഒരു കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡോപ്പിംഗ്. ആ ഡോപ്പിംഗ് ചെയ്ത പോളിമേഴ്സ് ആണ് ഡോപ്ഡ് കണ്ടക്ടിങ് പോളിമേഴ്സ്. 2 രീതിയിൽ ഡോപ്പിംഗ് ചെയ്യാം. പി ഡോപ്പിംഗ് ഉണ്ട്, എൻ ഡോപ്പിംഗ് ഉണ്ട്. ഒന്നുമില്ല, നമ്മുടെ പോളിമർ ചെയിനിൽ പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്താൽ അത് പി ഡോപ്പിംഗ് ആവും, നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്താൽ അത് എൻ ഡോപ്പിംഗ് ആവും. പോളിമർ എടുക്കുന്നു, ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നു, അപ്പോൾ അവിടെ ഒരു പോസിറ്റീവ് ചാർജ് വന്നല്ലോ, അതിനെ നമ്മൾ ഹോൾ എന്നാണ് പറയുന്നത്. പോസിറ്റീവ് ചാർജ് നമുക്കറിയാം. എന്നിട്ട് ഈ പോസിറ്റീവ് ചാർജ് വേണമെങ്കിൽ ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യാം, അപ്പോൾ അടുത്ത സ്ഥലത്ത് പോസിറ്റീവ് ചാർജ് വരും. ഇത്തരത്തിൽ ഈ ഒരു പോസിറ്റീവ് ചാർജിന്റെ മൂവ്മെന്റ് കൊണ്ട് ഇവിടെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് പി ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ ഡോപ്പിംഗ് എന്തായിരിക്കും, ഒരു നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിനെ ഇൻഡ്യൂസ് ചെയ്യുന്നു, ഇലക്ട്രോൺ എക്സ്ട്രാ ആഡ് ചെയ്യുന്നു, ദെൻ ആ ഒരു ഇലക്ട്രോൺ നമ്മുടെ ഒരു പോളിമർ ബാക്ക് ബോണിൽ കൂടി മൂവ് ചെയ്യുന്നു, അങ്ങനെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് എൻ ഡോപ്പിംഗ്. അപ്പോൾ ഇതിന് ഓൾറെഡി കണ്ടക്ടിങ് ആയിട്ടുള്ള പോളിമറാണ്, ഇൻട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമർ തന്നെയാണ്. അതിന് ഡബിൾ ബോണ്ട് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ അതിനെ കോൺജുഗേറ്റഡ് പൈ ബോണ്ട് ഉള്ള പോളിമർ എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു. ഇനി പി ഡോപ്പിംഗ് അല്ലെങ്കിൽ എൻ ഡോപ്പിംഗ് എന്ന് പറഞ്ഞ് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്നത് സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമേഴ്സ് ആണ്. അത് പി ഡോപ്പിംഗ് ഉണ്ട്, എൻ ഡോപ്പിംഗ് ഉണ്ട്. ഓൾറെഡി കോൺജുഗേറ്റഡ് ആയിട്ടുള്ള പൈ ബോണ്ട് ഉള്ളതിൽ വീണ്ടും നമ്മൾ ഒരു പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് ഇൻട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമേഴ്സ് 2 ഓക്കെ, കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺസ് ഉള്ളതും ഡോപ്ഡ് പോളിമേഴ്സും. ഇതാണ് ഇൻട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമേഴ്സ്. എക്സ്ട്രിൻസിക്കലി കണ്ടക്ടിംഗ് എന്ന് പറയുന്നത് എന്താണ്, എന്തെങ്കിലും എക്സ്റ്റേണൽ ആഡഡ് ഇൻഗ്രീഡിയൻസ് കാരണം കണ്ടക്ടിവിറ്റി ഉള്ളതാണ് എക്സ്ട്രിൻസിക്കലി കണ്ടക്ടിംഗ് പോളിമേഴ്സ്. കണ്ടക്ടിംഗ് എലമെന്റ് ഫിൽഡ് കണ്ടക്ടിംഗ് പോളിമേഴ്സ് ഉണ്ട്, ബ്ലെൻഡഡ് കണ്ടക്ടിംഗ് പോളിമേഴ്സ് ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾ. കണ്ടക്ടിംഗ് എലമെന്റ് ഫിൽഡ് കണ്ടക്ടിംഗ് പോളിമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, കണ്ടക്ടിംഗ് എലമെന്റ്സ് ആയിട്ടുള്ള കാർബൺ ബ്ലാക്ക്, മെറ്റാലിക് ഫൈബേഴ്സ്, മെറ്റാലിക് ഓക്സൈഡ്സ് ഒക്കെ ഫില്ല് ചെയ്തിട്ടുള്ളതാണ് കണ്ടക്ടിംഗ് എലമെന്റ്സ്, ഫില്ല് ചെയ്തിട്ടുള്ള കണ്ടക്ടിംഗ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാർബൺ ബ്ലാക്കോ എന്തെങ്കിലുമൊക്കെ നിറച്ചു വെച്ചിരിക്കുകയാണ് ആ പോളിമറിൽ, എന്നിട്ട് ഈ പോളിമർ ഇതിനെ എല്ലാത്തിനെയും ഒന്ന് ചേർത്ത് പിടിക്കുന്ന ഒരു എലമെന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു, അതിന് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അടുത്തത് ബ്ലെൻഡഡ് കണ്ടക്ടിംഗ് പോളിമേഴ്സ്. ഒരു പോളിമറിനെ മറ്റൊരു കണ്ടക്ടിവിറ്റി ഉള്ള പോളിമറുമായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതാണ് ബ്ലെൻഡഡ് കണ്ടക്ടിംഗ് പോളിമേഴ്സ്. കണ്ടക്ടിംഗ് പോളിമേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. കണ്ടക്ടിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന പോളിമേഴ്സ് ആണ്. 2 ടൈപ്പ് ഉണ്ട്, ഇൻട്രിൻസിക് കണ്ടക്ടിംഗ് പോളിമേഴ്സ് ഉണ്ട്, എക്സ്ട്രിൻസിക്കലി കണ്ടക്ടിംഗ് പോളിമേഴ്സ് ഉണ്ട്. ഇൻട്രിൻസിക്കലി കണ്ടക്ടിംഗ് എന്ന് പറയുന്നത് കോൺജുഗേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം ആണ്, ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ളത്. അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്, ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് മാത്രമുണ്ട്, അത് കൂടാതെ ഡോപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ട്. ഡോപ്പിംഗ് 2 ടൈപ്പ് ഉണ്ട്, പി ഡോപ്പിംഗ് ഉണ്ട്, എൻ ഡോപ്പിംഗ് ഉണ്ട്. എന്താണെന്ന് ഓർത്തിരിക്കുക. എക്സ്ട്രിൻസിക്കലി കണ്ടക്ടിംഗ് എന്ന് പറയുന്നത് എക്സ്റ്റേണലി സബ്സ്റ്റൻസ് ആഡ് ചെയ്യുന്നതാണ്. അത് എങ്ങനെയൊക്കെയുണ്ട്, കണ്ടക്ടിംഗ് എലമെന്റ് ഫില്ല് ചെയ്തിരിക്കുന്നതുകൊണ്ട്, അതുപോലെ തന്നെ ബ്ലെൻഡഡ് ആയിട്ടുള്ളതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് കണ്ടക്ടിംഗ് പോളിമേഴ്സ്. അടുത്തത് ഇലക്ട്രോലൂമിനസെന്റ് പോളിമേഴ്സ്, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് എന്ന് പറയുന്നത് ഓർഗാനിക് പോളിമേഴ്സ് ആണ്. ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു, ഇത്രേ ഉള്ളൂ. ഈ ഒരു ഫിഗർ ഓർത്തിരിക്കുക. അതിന് കാഥോഡ് ഉണ്ട്, ആനോഡ് ഉണ്ട്, ലൈറ്റ് എമിറ്റിംഗ് ലെയർ ഉണ്ട്. കാഥോഡിൽ ഇലക്ട്രോൺസ് ആയിരിക്കും ഉള്ളത്, ആനോഡിൽ പോസിറ്റീവ് ചാർജ് ഉള്ള ഹോൾ ആയിരിക്കും ഉള്ളത്. അപ്പൊ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു. ഇതാണ്
ഈ ഒരു ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സിന്റെ ആ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിലുള്ള സബ്സ്റ്റൻസ് കൂടി പാർട്ട് കൂടി ഓർക്കാൻ പറ്റുമെന്ന് എന്ന് ഓർത്തിരിക്കുക. സബ്സ്ട്രേറ്റ് ഉണ്ട്, ആനോഡ് ഉണ്ട്, ദെൻ ഹോൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഹോൾ ട്രാൻസ്പോർട്ട് ലെയർ ഉണ്ട്, ദെൻ കാഥോഡ് ഉണ്ട്, കാഥോഡിൽ നിന്ന് ഇലക്ട്രോൺസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ലെയർ ഉണ്ട്. വർക്കിംഗ് ഈ പറഞ്ഞതുപോലെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജുകൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ കൂടിച്ചേരുന്നു, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആപ്ലിക്കേഷൻസ് OLEDs, ടിവികളിൽ, കമ്പ്യൂട്ടർ സ്ക്രീനുകളിലൊക്കെ, ഡിസ്പ്ലേകളിൽ, അതുപോലെ ലൈറ്റിംഗ് ഒക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ദെൻ കളർ ട്യൂണിങ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, ലൈറ്റ് എമിറ്റിംഗ് എഫിഷ്യൻസി ഒക്കെ ഇതിന്റെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അതാണ് ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ്. അടുത്തത് ഫസ്റ്റ് മൊഡ്യൂളിൽ ഇലക്ട്രോഡുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്ലാസ് ഇലക്ട്രോഡ് ഉണ്ട്, നമുക്കറിയാം. അത് കൂടാതെ റെഫറൻസ് ഇലക്ട്രോഡുകളുണ്ട്. രണ്ട് ടൈപ്പ് ഓഫ് റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റെഫറൻസ് ഇലക്ട്രോഡ്. നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നു. റെഫറൻസ് ഇലക്ട്രോഡ് രണ്ട് ടൈപ്പ് ഉണ്ട്. പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് ഉണ്ട്, സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ് ഉണ്ട്. പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അതിന്റെ എക്സാമ്പിൾ ആണ്. 0 ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് ഇതിനുള്ളത്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഓർക്കേണ്ടത് ഹൈഡ്രജൻ അതിന്റെ ഒരു മെയിൻ പാർട്ടാണ്. ഓക്കെ, ദെൻ ഇതിലുള്ളത് എന്തൊക്കെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഒരു സൊല്യൂഷൻ ആണുള്ളത്, 1 മോളാർ HCl സൊല്യൂഷൻ. ദെൻ ഒരു പ്ലാറ്റിനം ഫോയിൽ ഉണ്ട്, പ്ലാറ്റിനം കോട്ടഡ് ആയിട്ടുള്ള ഒരു വയർ ഉണ്ട്. ദെൻ ഹൈഡ്രജൻ ഗ്യാസിന്റെ ഒരു ഇൻലെറ്റ് ഉണ്ട്. അപ്പൊ ഹൈഡ്രജൻ ഗ്യാസ് മെയിൻ ആണ്, പ്ലാറ്റിനം മെയിൻ ആണ്, അതുപോലെ HCl ഉണ്ട്. ഇത്തരം ചേർന്ന് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഓക്കെ, ഇനി ഇതിൽ നടക്കുന്ന റിയാക്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. വർക്കിംഗ് എന്ന് പറയുന്നത് ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആനോഡായിട്ടോ കാഥോഡായിട്ടോ പ്രവർത്തിക്കാം. അത് ആരുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. നമുക്കറിയാം ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ ഹൈഡ്രജന്റെ മേലിലുള്ള ഏത് ഇലക്ട്രോഡുമായിട്ട് കണക്ട് ചെയ്താലും ഹൈഡ്രജൻ കാഥോഡായിട്ട് പ്രവർത്തിക്കും, മേലിലുള്ളവർ ആനോഡായിട്ട് പ്രവർത്തിക്കും. സിങ്ക്, അലുമിനിയം ഒക്കെ എക്സാമ്പിൾ ആണ്. അതുപോലെ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ ഹൈഡ്രജന് താഴെയുള്ള കോപ്പർ, സിൽവർ ഇതുപോലെ ആര് വന്നാലും ഹൈഡ്രജൻ ആനോഡായിട്ട് പ്രവർത്തിക്കും, ഇവര് കാഥോഡാവും. അപ്പൊ ഇതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുമായിട്ട് ആരെ കണക്ട് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആനോഡാവോ കാഥോഡാവോ എന്നുള്ളത്. ഈ റിയാക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. കാഥോഡായിട്ടാണ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് പ്രവർത്തിക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസ് അല്ലെങ്കിൽ ഹൈഡ്രജൻ അയോൺസ് 2 ഇലക്ട്രോൺസുമായിട്ട് ചേർന്ന് ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി ആനോഡിലാണെങ്കിൽ ഒറ്റ റിയാക്ഷൻ പഠിച്ചാൽ മതി. ആനോഡിലാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ ആണ്, നമുക്കറിയാം. ഹൈഡ്രജൻ ഗ്യാസ് ഹൈഡ്രജൻ അയോൺസും 2 ഇലക്ട്രോണുമായിട്ട് മാറുന്നു. ഓക്കെ, ആനോക്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കുമല്ലോ, ആനോക്സ് എന്ന് ഓർത്താൽ മതി. ആനോഡ് ഓക്സിഡേഷൻ. അപ്പൊ ആനോഡ് ആണെങ്കിൽ ഈ ഒരു ഒറ്റ റിയാക്ഷൻ ഹൈഡ്രജൻ ഗ്യാസ് H+ 2 ഇലക്ട്രോണും ആവുന്ന ഓർത്തിരിക്കുക. അതിന്റെ നേരെ തിരിച്ചായിരിക്കും കാഥോഡിൽ സംഭവിക്കുന്നത്. ഇനി സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ വർക്കിംഗ്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യും? സിങ്കിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ സിങ്ക് ഇലക്ട്രോഡ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുമായിട്ട് കണക്ട് ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഓൾറെഡി നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുകയാണ്. ദെൻ സിങ്കിന്റെ ഇലക്ട്രോഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നു. ദെൻ ഈ ഒരു ഇലക്ട്രോഡുകൾ തമ്മിൽ ഒരു വോൾട്ട് മീറ്റർ വെച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. നമുക്കിവിടെ ആ ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ ആ ഒരു പൊട്ടൻഷ്യൽ കിട്ടാൻ വേണ്ടി. ദെൻ 2 സൊല്യൂഷനും സോൾട്ട് ബ്രിഡ്ജ് വഴി കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി നമ്മളിത് റിയാക്ഷൻ നടക്കാൻ അനുവദിക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? സിങ്കും ഹൈഡ്രജനും ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ സിങ്കിന് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കുറവായതുകൊണ്ട് സിങ്ക് ആനോഡായിട്ട് പ്രവർത്തിക്കും, ഹൈഡ്രജൻ കാഥോഡായിട്ട് പ്രവർത്തിക്കും. അപ്പൊ ഹൈഡ്രജൻ കാഥോഡ് ആകുമ്പോൾ അതിൽ നടക്കുന്ന റിയാക്ഷൻസ് ഏതൊക്കെയാണ്? 2H2 + 2 ഇലക്ട്രോൺ ഗീവ് 2H++ 2 ഇലക്ട്രോൺ ഗീവ്സ് H2 ഗ്യാസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. സിങ്കിൽ നടക്കുന്നത് സിങ്ക് 2++ 2 ഇലക്ട്രോൺസ്. അങ്ങനെ ഈ ഒരു റിയാക്ഷൻ നടക്കുന്നു. റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ രണ്ടിനെയും കൂടി ചേർന്നിട്ടുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മുടെ വോൾട്ട് മീറ്ററിൽ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സെല്ല് കണക്ട് ചെയ്തു അല്ലെങ്കിൽ ഒരു സെല്ല് സെറ്റപ്പ് ഉണ്ടായി. ഈ സെല്ല് എന്ന് പറയുന്നത് ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് ആയിരിക്കുമെന്ന് നമുക്കറിയാം. ഇവിടെ കാഥോഡായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഹൈഡ്രജൻ ഇലക്ട്രോഡ് തന്നെയാണ്, ആനോഡായിട്ട് പ്രവർത്തിക്കുന്നത് സിങ്ക് ആണ്. സിങ്കിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹൈഡ്രജന്റേത് 0 ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. സിങ്കിനെ കണ്ടുപിടിക്കണം. ഈ സെൽ എന്ന് പറയുന്നത് ഡിജിറ്റൽ വോൾട്ട് മീറ്ററിൽ നമുക്ക് ഓൾറെഡി കിട്ടും. 3 വാല്യൂസിൽ 2 അറിയാമെങ്കിൽ മൂന്നാമത്തേത് കണ്ടുപിടിക്കാൻ പറ്റും. ഈ രീതിയിൽ സിങ്കിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. സിങ്കിന്റെ മാത്രമല്ല ആരെ വേണമെങ്കിലും കണക്ട് ചെയ്ത് നമുക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഒരു ആപ്ലിക്കേഷൻ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഇലക്ട്രോഡാണ് സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ്. അതായത് 0 അല്ല അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, വേറൊരു വാല്യൂ ഉണ്ടായിരിക്കും എന്നേ ഉള്ളൂ. അതിനൊരു എക്സാമ്പിൾ ആണ് കലോമൽ ഇലക്ട്രോഡ്. കലോമൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ടത് മെർക്കുറി. ഓക്കെ, അപ്പൊ കലോമൽ ഇലക്ട്രോഡിൽ എന്തൊക്കെയുണ്ട്? ഒരു മെർക്കുറി മെറ്റൽ ഉണ്ട്. ദെൻ പ്ലാറ്റിനം വയർ തന്നെ ഇവിടെ ഇട്ടിരിക്കുന്നത് മെർക്കുറി ക്ലോറൈഡ് കോട്ട് ചെയ്തിരിക്കുന്ന പ്ലാറ്റിനം വയർ ആണ്. ദെൻ സൊല്യൂഷൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്ന പൊട്ടാസ്യം ക്ലോറൈഡ് ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കലോമൽ ഇലക്ട്രോഡ്. ഇതിന്റെ കൺസ്ട്രക്ഷൻ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ കലോമൽ ഇലക്ട്രോഡും
സ്റ്റാൻഡേർഡ് ഹൈഡ്രജന്റെ ഇലക്ട്രോഡ് പോലെ തന്നെ വേറെ ആരെങ്കിലും ആയിട്ട് കണക്ട് ചെയ്തിട്ട് അവരുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സിങ്കിന്റെ വാല്യൂ അറിയില്ലെങ്കിൽ സിങ്ക് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തിട്ട് കലോമൽ ഇലക്ട്രോഡുമായിട്ട് കണക്ട് ചെയ്യുന്നു. ദെൻ ആ ഒരു വോൾട്ട് മീറ്ററിൽ നമുക്ക് ഈ റീഡിംഗ് കിട്ടും. ഈ റീഡിംഗ് അറിയാം, കലോമൽ ഇലക്ട്രോഡിന്റെ റീഡിംഗും അറിയാമെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി സിങ്കിന്റെ റീഡിംഗ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഉപയോഗിച്ചിരിക്കുന്ന ഇക്വേഷൻ ഒക്കെ സെയിം ആണ്. ഈ സെൽ ഈസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. ഇനി ആരുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ് കലോമൽ ഇലക്ട്രോഡിന്റെ കേസിലും കലോമൽ ആനോഡ് ആവോ കാഥോഡ് ആവോ എന്നുള്ളത്. സിങ്ക് ആണ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നതെങ്കിൽ സിങ്ക് ആയിരിക്കും ആനോഡായിട്ട് പ്രവർത്തിക്കുന്നത്. ഈ കലോമൽ മെർക്കുറിയാണ്, അപ്പോൾ കലോമൽ ഇലക്ട്രോഡ് കാഥോഡായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെർക്കുറിയുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മൈനസ് ഈ ആനോഡ് സിങ്ക് ആയിരിക്കും നമ്മുടെ സെല്ലിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വാല്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഓൾറെഡി കിട്ടും. കലോമൽ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സിങ്കിന്റെ കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു കലോമൽ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 അല്ല 0.2422 ആണ്. ഇത് ഓർത്തിരിക്കുക. അത് നമ്മൾ ആ വാല്യൂ ചിലപ്പോഴെങ്കിലും ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൽ 0 ആയിരുന്നു, വേറെ ഒന്നും നോക്കണ്ടായിരുന്നു. കലോമൽ ഇലക്ട്രോഡിൽ 0 അല്ല 0.2422 ആണ് വാല്യൂ. അതുകൊണ്ട് ആ വാല്യൂ ഉപയോഗിച്ചിട്ട് നമുക്ക് സിങ്കിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ ഓക്സിഡേഷൻ ഓർത്തിരിക്കുക. ഓക്സിഡേഷൻ റിയാക്ഷൻ ഇതാണ്, റിഡക്ഷൻ റിയാക്ഷൻ ഇതാണ്. പേടിക്കേണ്ട, ഏതെങ്കിലും ഒരു റിയാക്ഷൻ പഠിച്ചാൽ മതി. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എപ്പോൾ എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ തിരിഞ്ഞു പോകാതിരുന്നാൽ മതി. ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ വിട്ടു കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് ഇലക്ട്രോൺ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇതിൽ നേരെ തിരിച്ച് ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻസ് ഓർത്തിരിക്കുക, കൺസ്ട്രക്ഷൻ ഓർത്തിരിക്കുക. ദെൻ അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സിങ്ക് ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, സിങ്ക് സൾഫേറ്റിൽ ഡിപ്പ് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു, വോൾട്ട് മീറ്ററിൽ നിന്ന് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കിട്ടുന്നു. ഈ കലോമൽ മൈനസ് ഈ സിങ്ക് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഈ വാല്യൂ. അതിൽ നിന്ന് നമുക്ക് സിങ്കിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതാണ് റെഫറൻസ് ഇലക്ട്രോഡ്സ്. അടുത്തത് ഇലക്ട്രോപ്ലേറ്റിംഗ്, കൊറോഷൻ. അടുത്തൊരു ഇനി വരുന്ന വീഡിയോയിൽ അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൽ കൊറോഷൻ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ് ഇത്തവണ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോപ്പർ ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഒരു മെറ്റലിന്റെ മേളിൽ, പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മെറ്റലിന്റെ മേളിൽ വേറൊരു മെറ്റൽ പ്ലേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ സ്വർണ്ണമൊക്കെ പൂശുന്നത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് അറിയാം. സ്വർണം പൂശിയ ആഭരണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതാകുമ്പോൾ സ്വർണത്തിന്റെ അതേ വില കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷെ പുറത്ത് കുറച്ച് സ്വർണം കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കണ്ട സ്വർണം പോലെ ഇരിക്കും, പക്ഷെ അത് ഒറിജിനലി സ്വർണ്ണം ആയിരിക്കില്ല. ചെറിയ പൈസയ്ക്ക് അല്ലെങ്കിൽ സ്വർണത്തിന്റെ ഒക്കെ വളരെ ചെറിയ പൈസയ്ക്ക് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് തന്നെയാണ് എക്സാമ്പിൾ. അതുപോലെ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഒരു മെറ്റലിന്റെ പുറത്ത് വേറൊരു മെറ്റൽ അപ്ലൈ ചെയ്യുന്നു. ഇതാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. കോപ്പർ ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ് പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. കോപ്പർ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു മെറ്റലിന്റെ മുകളിൽ കോപ്പർ നമ്മൾ പ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും എന്താണ്, പ്ലേറ്റ് ചെയ്യാനുള്ള ആർട്ടിക്കിൾ ക്ലീൻ ചെയ്യുക. ക്ലീൻഡ് ആർട്ടിക്കിൾ കാഥോഡ് ആക്കുക. അതായത് നമുക്ക് ഏതിന്റെ മുകളിലാണോ പ്ലേറ്റ് ചെയ്യേണ്ടത് അതിനെ കാഥോഡ് ആക്കുക. ഓക്കെ, കാതിലൊക്കെ ഇടുന്ന കമ്മലെന്നൊക്കെ ഓർത്താൽ മതി. അപ്പോൾ കാഥോഡ് ആക്കുന്നത്, നമ്മളിപ്പം വില കുറഞ്ഞ ഒരു മെറ്റൽ ഉണ്ട് നമ്മുടെ കയ്യിൽ, ഇതിന്റെ മേളിൽ നമുക്ക് കുറച്ച് കോപ്പർ അപ്ലൈ ചെയ്യണം. സിങ്ക് ചുമ്മാ ഒരു എക്സാമ്പിൾ ആണ്. സിങ്കിന്റെ മുകളിൽ കോപ്പർ അപ്ലൈ ചെയ്യണമെങ്കിൽ സിങ്ക് ക്ലീൻ ആക്കി വെച്ചു. സിങ്ക് ആണ് കാഥോഡായിട്ട് പ്രവർത്തിക്കുന്നത്, നമ്മുടെ കോപ്പർ ആനോഡായിട്ട് പ്രവർത്തിക്കുന്നു. കോപ്പറിന്റെ മെറ്റൽ എടുത്തിട്ടുണ്ട്. ഇനി 2 ഇലക്ട്രോഡ്സും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുക. കോപ്പർ ആണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്, അതുകൊണ്ട് കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷൻ എടുത്തു. 2 ഇലക്ട്രോഡുകളും ഡിപ്പ് ചെയ്ത് വെച്ചു. ഇനി എന്താ സംഭവിക്കുക, ഇലക്ട്രോളിസിസ് നടക്കും. അതായത് എല്ലാ ബാറ്ററി ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഇലക്ട്രോളിസിസ് നടക്കും. കോപ്പർ 2+ കാഥോഡ് ആവുന്നു. കോപ്പർ 2+ കാഥോഡിലേക്ക് മൂവ് ചെയ്യുന്നു, അവിടെ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ കോപ്പർ ഉണ്ട്. കോപ്പർ എന്ത് ചെയ്യും, കോപ്പർ 2+ ആവുന്നു. 2 ഇലക്ട്രോണും കൂടി വിട്ടുകൊടുക്കുന്നു. ആ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്ത് കോപ്പർ സൾഫേറ്റിലുള്ള കോപ്പർ 2+ ഇലക്ട്രോണിനെയും കൂടി അക്സെപ്റ്റ് ചെയ്ത് കോപ്പർ ആയിട്ട് ഇവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക, കോപ്പർ ആനോഡായിട്ട് പ്രവർത്തിക്കുന്നു. എവിടെയാണോ പൂശേണ്ടത് അല്ലെങ്കിൽ ഏത് മെറ്റലിലാണോ നമുക്ക് കോപ്പർ പൂശേണ്ടത് അത് ആനോഡായിട്ട് പ്രവർത്തിക്കുന്നു. ഓക്കെ, അത് കാഥോഡായിട്ട് പ്രവർത്തിക്കുന്നു. ആൻഡ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ നമ്മുടെ കോപ്പറിൽ നിന്ന് കോപ്പർ മെറ്റൽ ഇച്ചിരി ആയിട്ട് താഴേക്ക് വരുന്നു. ആ ഇലക്ട്രോൺസിനെ കൂടി അത് വിട്ടുകൊടുത്തു. കോപ്പർ 2+ ആയിട്ടാണ് സൊല്യൂഷനിലേക്ക് വരുന്നത്. കോപ്പർ 2+ഉം ഇലക്ട്രോണും കൂടി ചേർന്ന് കോപ്പർ ആയിട്ട് ഇവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. കുറെ സമയം കഴിയുമ്പോൾ കോപ്പർ മെറ്റൽ പിന്നെ ഒന്നും മിച്ചം ഉണ്ടാവില്ല. പകരം സിങ്കിന്റെ പുറത്ത് മുഴുവനും കോപ്പർ പ്ലേറ്റിംഗ് നടത്തിയിട്ടുണ്ടാവും. അതാണ് കോപ്പർ ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇത് ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഫിഗർ ഞാൻ കാണിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ആനോഡാണ് കാഥോഡാണ്. ആനോഡിലുള്ള കോപ്പർ പതിയെ ഈ സിങ്കിന്റെ അല്ലെങ്കിൽ ഏത് മെറ്റലിനെയാണോ അതിന്റെ മേലിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇതാണ്
ഇലക്ട്രോപ്ലേറ്റിംഗ്, കോപ്പർ ഇലക്ട്രോപ്ലേറ്റിംഗ്. അപ്പോൾ കോപ്പർ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? നമുക്ക് ആഭരണങ്ങൾ അതുപോലെ തന്നെ ഡെക്കറേഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അടുത്തത് ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ്, ഇലക്ട്രിസിറ്റി ഒന്നും യൂസ് ചെയ്യാതെയുള്ള പ്ലേറ്റിംഗ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ മെറ്റൽ അയോൺസിനെ ഇവിടെ കൊണ്ടുവന്ന് ചാടിക്കുന്നത് ഇലക്ട്രിസിറ്റി ആണെങ്കിൽ ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ല. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു റെഡ്യൂസിങ് ഏജന്റിനെ ആഡ് ചെയ്യുന്നു. മെറ്റൽ അയോൺസ്, റെഡ്യൂസിങ് ഏജന്റ് മെറ്റൽ അയോൺസിനെ കൊണ്ടുവന്ന് അടുത്ത ഏതിന്റെ മേലിലാണോ പ്ലേറ്റ് ചെയ്യേണ്ടത് ആ മെറ്റലിന്റെ മേലിൽ സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ പ്രൊസീജിയർ ആർട്ടിക്കിൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നു. റേറ്റ് ഓഫ് ഡെപ്പോസിഷൻ ഒന്നും വേണ്ട. ഇലക്ട്രോലസ് കോപ്പർ പ്ലേറ്റിംഗ് എന്താ ചെയ്യേണ്ടത്? ഗ്രീസ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നു. ദെൻ ഇമേഴ്സ്ഡ് ഇൻ പ്ലേറ്റിംഗ് ബാത്ത്. അതിനകത്ത് കോപ്പറാണ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതെങ്കിൽ കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷനിൽ തന്നെയാണ് വെക്കുന്നത്. ഫോർമാൽഡിഹൈഡ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആഡ് ചെയ്യുന്നു. ഇലക്ട്രിസിറ്റിക്ക് പകരം റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ഫോർമാൽഡിഹൈഡിനെ ആഡ് ചെയ്യുന്നു. ദെൻ ബഫർ സൊല്യൂഷൻ ഒക്കെ വേണം ആ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പിന് വേണ്ടിയിട്ട്. കോംപ്ലക്സിംഗ് ഏജന്റ്, ഇത്രയും പേരുടെ ഹെൽപ്പോട് കൂടിയാണ് ഈ ഒരു റിയാക്ഷൻ നമ്മൾ നടത്തുന്നത്. അപ്പം മറ്റെല്ലാം സെയിം ആണ്. ഓക്കെ, കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷൻ എടുത്തിരിക്കുന്നു. അതിനകത്തേക്ക് നമ്മൾ കോപ്പറിനെ എടുക്കുന്നു, സിങ്കിനെ എടുക്കുന്നു. ഇലക്ട്രിസിറ്റി ഒന്നുമില്ല, പകരം റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ഫോർമാൽഡിഹൈഡ് ഉണ്ട്. അതുപോലെ നമ്മുടെ ബഫർ സൊല്യൂഷനും അങ്ങനെ കുറച്ച് ഹെൽപ്പിംഗ് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റിഡക്ഷൻ നടന്ന് കോപ്പർ 2+നെ കോപ്പറാക്കി ഇവിടെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇലക്ട്രിസിറ്റി ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാതെ തന്നെ ഈ ഒരു പ്രോസസ്സ് ഈസി ആയിട്ട് നടക്കാൻ പറ്റും. ഓക്കെ, ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഡബിൾ അല്ലെങ്കിൽ മൾട്ടി ലെയർ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡുകളിൽ ബേസ് കോട്ടിംഗ് ഫോർ സബ്സിക്വന്റ് ഇലക്ട്രോപ്ലേറ്റിംഗ്, കൺസ്യൂമർ ഗുഡ്സ് ഒക്കെ കോട്ട് ചെയ്യാനൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ക്വിക്ക് റിവിഷന്റെ പാർട്ട് 1. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിട്ട് പോവുക. ഇതിൽ നിന്ന് ഷുവറായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും.